ഇപ്പോൾ ചീരക്കാലമായല്ലോ, അപ്പം നമുക്ക് ചീര കൊണ്ടുള്ള 2 വിഭവം ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ദോശയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു കറിയും പിന്നെ ഒരു ചീര ഓംലെറ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 പിടി ചീരയാണ് എടുത്തിട്ടുള്ളത്. ഒരു കടായി നല്ലപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കടായി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് സവോള നല്ലപോലെ വഴറ്റിയതിന് ശേഷം നല്ല മൊരിഞ്ഞ് വരുമ്പോൾ, ഒരുമാതിരി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഇടിച്ച മുളക് പൊടി ചേർക്കാം. ഇടിച്ച മുളക് പൊടി കറിവേപ്പിലയൊക്കെ കൂടിയാകുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലോട്ട് ചെരിയാം. ഇട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല പോലെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ, വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് പകുതി എടുത്ത് മാറ്റി വെച്ചു. ഇനി പകുതി കൊണ്ടാണ് ഞാൻ ദോശയ്ക്കുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അര കപ്പ് 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് 2 ടീസ്പൂണ് നമ്മളുടെ അരിമാവ് അതിലോട്ട് ഒഴിച്ചാൽ ഒരു ഗ്രേവി പോലെ വരും. നമുക്ക് തിളച്ച് കഴിയുമ്പോൾ കുറുകി വരും. നമ്മളെ കറി റെഡി ആയിരിക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചീരക്കൂട്ട് അതിലേക്ക് ഒരു മുട്ട തട്ടി പൊട്ടിച്ച് വെച്ച് ഇളക്കി, വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊരു തവ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഈ ചീര ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചീരയും ഓംലെറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചീര കൂടിയാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയല്ലോ. അപ്പോൾ നമ്മളിത് എല്ലാം രണ്ട് വശം മൊരിയിച്ചെടുത്ത് നമ്മൾ പിന്നെ 2 ബ്രെഡ് സ്ലൈസ് എടുത്ത് നല്ല പോലെ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് 2 വശവും മൊരിയിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ച ഓംലെറ്റ് വെച്ചാൽ നമ്മുടെ ചീര ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ 2 തരം കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ചീര ബ്രെഡ് ഓംലെറ്റ് ആൻഡ് ദോശയ്ക്കുള്ള ഒരു ചാറുകറി. നല്ല ടേസ്റ്റാണ്, രണ്ടും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.